നമസ്കാരം. ബുധനെ ഗ്രഹങ്ങളുടെ രാജകുമാരൻ എന്നാണ് അറിയപ്പെടുന്നത്. മാർച്ച് 15 ബുധനുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾ സംഭവിച്ചിരിക്കുകയാണ്. ബുധൻ മീനം രാശിയിൽ വക്രഗതിയിലേക്ക് മാറിയിരിക്കുകയാണ്. കന്നി രാശി ബുധന്റെ ഉച്ചരാശി കൂടിയാണ്. അതേസമയം മീനം ബുധന്റെ നീചരാശിയുമാണ്. കന്നിയിലും മിഥുനത്തിലും സ്ഥിതി ചെയ്യുമ്പോൾ ബുധൻ വ്യക്തികൾക്ക് അനുകൂല ഫലങ്ങളും വലിയ ഗുണകരമായ മാറ്റങ്ങളും നൽകുന്നു. എന്നാൽ മീനം നീചരാശി ആയതിനാൽ ആ രാശിയിൽ ബുധന്റെ ഫലങ്ങൾ അത്ര ഗുണകരമായിരിക്കില്ല എന്നതാണ് വാസ്തവം. എന്നാൽ നിലവിൽ സൂര്യനും ശുക്രനും മീനത്തിൽ ബുധനോടൊപ്പമുണ്ട്. അതിനാൽ തന്നെ ചില രാശിക്കാർക്ക് അത്ഭുതകരമായ ചില മാറ്റങ്ങൾ ജീവിതത്തിൽ വന്നു ചേരാം. എന്തെല്ലാം കാര്യങ്ങളാണ് പ്രധാനമായും ഈ ദിവസങ്ങളിൽ, അതായത് വരുന്ന ദിവസങ്ങളിൽ സംഭവിക്കുക എന്ന് മനസ്സിലാക്കാം. മേടം രാശി. മേടം രാശിയിൽ വരുന്ന നക്ഷത്രക്കാരാണ് അശ്വതി, ഭരണി, കാർത്തിക, ആദ്യകാൽ ഭാഗം എന്നീ നക്ഷത്രക്കാർ. മേടം രാശിയിൽ ജനിച്ചവർക്ക് മീനത്തിലെ ബുധന്റെ വക്രഗതിയിലുള്ള ചലനം അനുകൂലമായി തീരുന്ന സാഹചര്യമാണ് ഉണ്ടാവുക. ഈ രാശിയുടെ 3ഉം 6ഉം ഭാവങ്ങളെ ബുധനാണ് നിയന്ത്രിക്കുന്നത്. ഇപ്പോൾ 12ാം ഭാവത്തിലാണ് ബുധൻ വക്രഗതിയിലായിരിക്കുന്നത്. ഈ ഗ്രഹമാറ്റം മേടം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം പ്രതീക്ഷാജനകമായ അവസരങ്ങൾ നൽകുന്ന സാഹചര്യമാണ് എന്ന് നിസ്സംശയം പറയാം. കാരണം പല രീതിയിലും പ്രയോജനങ്ങൾ ജീവിതത്തിലേക്ക് കടന്ന് വരാവുന്നതായ സമയമാകുന്നു. പരിശ്രമം നിങ്ങൾക്ക് ആവശ്യമുണ്ട്. എന്നാൽ ആ പരിശ്രമത്താൽ അനുകൂലമായ ഫലങ്ങൾ ലഭിക്കുവാൻ സാധ്യത കൂടുതലാണ് എന്ന് തന്നെ അർത്ഥമാക്കാം. ജോലിയുമായി ബന്ധപ്പെട്ട് പല വിധത്തിലുള്ള വെല്ലുവിളികളെ ക്ഷമയോടെ നേരിടുവാൻ നിങ്ങൾക്ക് സാധിക്കും. ബിസിനസ് പരമായ കാര്യങ്ങളിൽ അനുകൂലമായ ഫലങ്ങൾ പ്രതീക്ഷിക്കാവുന്നതുമാണ്. തന്ത്രപരമായ പദ്ധതികൾ ആസൂത്രണം ചെയ്യുവാൻ നിങ്ങൾക്ക് സാധിക്കും. കൂടാതെ ഈ സമയം നിങ്ങൾക്ക് പ്രധാനമായും ധനപരമായ നേട്ടങ്ങൾ ഒന്നിൽ കൂടുതൽ ധനസ്രോതസ്സുകളിൽ നിന്നും വന്നു ചേരാം. പ്രതീക്ഷിക്കാത്തതായ ധനസ്രോതസ്സുകളിൽ നിന്ന് പോലും ധനം വന്നു ചേരാം. പ്രധാനമായും ലോട്ടറിയുമായി ബന്ധപ്പെട്ടോ അല്ല ലഭിക്കാനുള്ള ധനം ലഭിക്കുക, അല്ലെങ്കിൽ നറുക്കെടുപ്പിലൂടെ സമ്മാനങ്ങൾ ലഭിക്കുക തുടങ്ങിയ കാര്യങ്ങൾ സംഭവിക്കാം. പ്രതീക്ഷിക്കാത്ത വ്യക്തികളിൽ നിന്നും ധനപരമായ സഹായങ്ങളോ ധനപരമായ നേട്ടങ്ങളോ നിങ്ങൾക്ക് വന്ന് ചേരാവുന്നതാണ്. ആവശ്യം സമയങ്ങളിൽ സഹായം ലഭിക്കാനുള്ള സാധ്യതകൾ നിങ്ങൾക്ക് വളരെ കൂടുതൽ തന്നെയാകുന്നു. ധനപരമായ സഹായങ്ങൾ ലഭിക്കാനുള്ള സാധ്യത വർദ്ധിച്ചിരിക്കുന്നു എന്ന് തന്നെ അർത്ഥമാക്കാം. കാര്യങ്ങൾ അനുകൂലമായി തീരുന്ന സാഹചര്യമാണ് ഉള്ളത്. ഈ സമയങ്ങളിൽ പ്രത്യേകിച്ചും ഓം ബുധായ നമഃ എന്ന അതിവിശേഷപ്പെട്ടതായ നാമം നിത്യവും ജപിക്കുന്നത് ശുഭകരമാണ്. ഭാഗ്യം ഇരട്ടിക്കുന്നതിനും സഹായം നിങ്ങളുടെ ജീവിതത്തിൽ തടസ്സങ്ങൾ കൂടാതെ വന്നു ചേരുന്നതിനും ധനപരമായി നാൾക്ക് നാൾ ഉയർച്ചയ്ക്കും സഹായകരമായി തീരും. ഈ സമയം ഈ മന്ത്രജപം നിങ്ങൾക്ക് വിജയങ്ങൾ സമ്മാനിക്കും എന്ന കാര്യവും പ്രത്യേകം ഓർക്കുക. 108 ജപിക്കുക, അല്ലെങ്കിൽ സാധിക്കുന്നതായ തവണ ജപിക്കുക. 21 തവണയെങ്കിലും ജപിക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇടവം രാശിയിൽ വരുന്ന നക്ഷത്രക്കാരാണ് കാർത്തിക, അവസാന മുക്കാൽ ഭാഗം, രോഹിണി, മകീരം, ആദ്യ പകുതി എന്നീ നക്ഷത്രക്കാർ. ഇടവം രാശിയിൽ ജനിച്ചവർക്ക് മീനത്തിലെ ബുധന്റെ വക്രഗതി വളരെ അനുകൂലമായ ഫലങ്ങൾ നൽകുന്നതായ സാഹചര്യമാണ് കടന്ന് വന്നിരിക്കുന്നത്. പ്രധാനമായും ഇടവത്തിന്റെ 2, 5 ഭാവങ്ങളെ ഭരിക്കുന്ന ബുധൻ അവരുടെ 11ാം ഭാവത്തിലാണ് വക്രഗതിയിലായി എത്തിയിരിക്കുന്നത്. ഇതവരുടെ ജീവിതത്തിൽ സന്തോഷം കൊണ്ടുവരുന്നതായ സാഹചര്യങ്ങൾ സൃഷ്ടിക്കും. ബിസിനസ്സുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കൂടുതൽ അനുകൂലമായി തീർന്നു എന്ന് വരാം. ജോലിയുമായി ബന്ധപ്പെട്ട് കൂടുതൽ അവസരങ്ങൾ കടന്ന് വരാവുന്നതുമാണ്. ദാമ്പത്യ ബന്ധങ്ങൾ കൂടുതൽ ശക്തിപ്പെടുവാൻ നിങ്ങൾക്ക് സഹായകരമായി തീരും. അത്തരം സാഹചര്യങ്ങൾ ജീവിതത്തിലേക്ക് കടന്ന് വരുന്നതാണ്. ഗുണാനുഭവങ്ങൾ നിങ്ങൾക്ക് പരമാവധി പ്രയോജനപ്പെടുത്തുവാൻ അവസരങ്ങൾ കടന്നു വരും. ഈ സമയം പ്രധാനമായും നിങ്ങൾക്ക് ഒന്നിൽ കൂടുതൽ ധനസ്രോതസ്സുകളിൽ നിന്നും ധനം വന്നു ചേരാം. ധനപരമായ നേട്ടങ്ങൾ പ്രധാനമായും ഈ സമയം സംഭവിക്കാനുള്ള സാധ്യതകൾ കൂടുതലാണ്.
കടബാധ്യതകളുമായി ബന്ധപ്പെട്ട് പ്രശ്നങ്ങൾ അനുഭവിക്കുന്നവർ തന്നെയാണ് നിങ്ങൾ. പലപ്പോഴും കയ്യിൽ ലഭിക്കുന്നതായ ധനം നിൽക്കാത്തതായ അവസ്ഥയോ അല്ലെങ്കിൽ ചെലവിനാൽ നഷ്ടപ്പെട്ടു പോകുന്നതായ സാഹചര്യമോ നിങ്ങൾക്കുണ്ട്. അതിൽ നിന്നും അല്പം മാറ്റമെങ്കിലും വന്നു ചേരാം. ധനപരമായ നേട്ടങ്ങൾ പ്രധാനമായും കടന്നു വരാം. ലോട്ടറിയുമായി ബന്ധപ്പെട്ടാകാം, നറുക്കെടുപ്പുകളുമായി ബന്ധപ്പെട്ടാകാം, കൈവായ്പകൾ അല്ലെങ്കിൽ മറ്റ് സഹായങ്ങൾ ലഭിക്കുകയോ തൊഴിൽപരമായോ ബിസിനസ് പരമായോ നേട്ടങ്ങൾ കടന്ന് വരാവുന്നതായ സമയമാണ്. ഇത്തരത്തിൽ കാര്യങ്ങൾ കൂടുതൽ നിങ്ങൾക്ക് അനുകൂലമായി തീരാവുന്ന സാഹചര്യമാണ് ഉള്ളത്. ഭാഗ്യം തുണയ്ക്കുന്നതിനാൽ ചെയ്യുന്ന പ്രവൃത്തികളിൽ വിജയ സാധ്യത ഈ സമയം നിങ്ങൾക്ക് വർദ്ധിക്കും. ഓം ബുധായ നമ എന്ന അതിവിശേഷപ്പെട്ടതായ നാമം ഈ സമയം നിങ്ങൾ തീർച്ചയായും ജപിക്കുക. 41 തവണയെങ്കിലും തീർച്ചയായും നിങ്ങൾ ജപിക്കുക. കാര്യങ്ങൾ കൂടുതൽ നിങ്ങൾക്ക് അനുകൂലമായി തീരും. വൃശ്ചികം രാശിയിൽ വരുന്ന നക്ഷത്രക്കാരാണ് വിശാഖം അവസാന കാൽഭാഗം, അനിഴം, തൃക്കേട്ട എന്നീ നക്ഷത്രക്കാർ. ബുധൻ വൃശ്ചികം രാശിയുടെ 5ാം ഭാവത്തിലാണ് വക്രഗതിയിലായിരിക്കുന്നത്. ഈ രാശിയുടെ 8ഉം 11ഉം ഭാവങ്ങളെ നിയന്ത്രിക്കുന്നത് ബുധൻ തന്നെയാകുന്നു. ഈ സമയം അതിനാൽ നിങ്ങൾക്ക് കാര്യങ്ങൾ കൂടുതൽ അനുകൂലമായി ഭവിക്കുന്ന സാഹചര്യങ്ങളാണ് വന്നു ചേരുക. പദ്ധതികളും തന്ത്രങ്ങളും നടപ്പിലാക്കുവാൻ നിങ്ങൾ വിജയിക്കും. ബിസിനസ് പരമായ ലാഭങ്ങൾ, നേട്ടങ്ങൾ ജീവിതത്തിലേക്ക് വന്നു ചേരാം. ഈ സമയം പ്രതീക്ഷിക്കാതെ തന്നെ വലിയ രീതിയിലുള്ള ലാഭം നിങ്ങൾക്ക് കടന്നു വരികയോ നഷ്ടങ്ങളിൽ നിന്നും രക്ഷപ്പെടാനുള്ള സാധ്യത വർദ്ധിക്കുകയും ചെയ്യും. ഈ സമയം പുതിയ ബിസിനസ് സാധ്യതകൾ നിങ്ങൾക്ക് വന്നു ചേരാം. നറുക്കെടുപ്പിലൂടെ അല്ലെങ്കിൽ ലോട്ടറിയുമായി ബന്ധപ്പെട്ട് ധനം കൈകളിലേക്ക് വന്നു ചേരുക, സഹായമായി ധനം ലഭിക്കുക അല്ലെങ്കിൽ പ്രതീക്ഷിക്കുന്നതായ ധനം ലഭിക്കുക. ഇത്തരത്തിൽ ഒന്നിൽ കൂടുതൽ ധനസ്രോതസ്സുകളിൽ നിന്നും നിങ്ങൾക്ക് ധനം വന്നു ചേരാം. ധനപരമായ നേട്ടങ്ങൾക്ക് സാധ്യത വളരെ കൂടുതലുള്ള സമയമാകുന്നു. എന്നാൽ ഈ സമയം ഓം മംഗളായ നമഃ, ഓം മംഗളായ നമഃ, ഓം മംഗളായ നമഃ എന്ന അതിവിശേഷപ്പെട്ടതായ മന്ത്രം 27 തവണ നിത്യവും ജപിക്കുന്നത്, ഈ ദിവസങ്ങളിൽ ജപിക്കുന്നത് നിങ്ങളുടെ ഭാഗ്യം വർദ്ധിക്കുന്നതിനും അനുകൂലമായ കാര്യങ്ങൾ ജീവിതത്തിൽ വർദ്ധിക്കുന്നതിനും സഹായകരമായി തീരും. അനുകൂലമായ ഫലങ്ങൾ ജീവിതത്തിൽ വർദ്ധിക്കുന്നതിനും അത് സഹായകരമായി തീരും. മകരം രാശിയിൽ വരുന്ന നക്ഷത്രക്കാരാണ് ഉത്രാടം അവസാന മുക്കാൽ ഭാഗം, തിരുവോണം, അവിട്ടം ആദ്യ പകുതി എന്നീ നക്ഷത്രക്കാർ. മകരം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം മീനത്തിൽ ബുധൻ വക്രഗതിയിലായിരിക്കുന്നത് ജീവിതത്തിൽ അനുകൂലമായ ഫലങ്ങൾ വന്നു ചേരുന്നതിന് സഹായകരമായി തീരും. ശ്രദ്ധേയമായ നേട്ടങ്ങൾ തന്നെ ജീവിതത്തിലേക്ക് കടന്ന് വരാവുന്നതാണ്. വിദേശത്ത് തൊഴിൽ ലഭിക്കുവാനുള്ള അവസരങ്ങൾ കടന്നു വരാം. ബിസിനസ് സംരംഭങ്ങൾ നിങ്ങൾക്ക് അനുകൂലമായി തീരാം. ലാഭം പ്രതീക്ഷിക്കാം. വരുമാനത്തിൽ വർധനവ് വന്ന് ചേരുന്നതായ സമയമാകുന്നു. കുടുംബജീവിതം കൂടുതൽ സമാധാനപരമായി തീരും. ജീവിത പങ്കാളിയുമായുള്ള ബന്ധം അനുകൂലമായി തീരുവാനുള്ള സാധ്യതകൾ കൂടുതലാണ്. ആരോഗ്യ കാര്യങ്ങൾ അനുകൂലമായി തീരാം. കൂടാതെ ഈ സമയം വികലാംഗരായ വ്യക്തികൾക്ക് പ്രത്യേകിച്ചും ശനിയാഴ്ച ദിവസങ്ങളിൽ ഭക്ഷണം നൽകുന്നത് ഏറ്റവും ശുഭകരമായി തീരും. ഈ സമയം പ്രധാനമായും നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഭാഗ്യം അനുകൂലമാകുന്നതായ സമയമാണ്. ലോട്ടറിയുമായി ബന്ധപ്പെട്ടോ നറുക്കെടുപ്പുകളുമായി ബന്ധപ്പെട്ടോ ധനം കൈകളിലേക്ക് വന്നു ചേരുവാനുള്ള സാധ്യത ഈ സമയം വളരെ കൂടുതൽ തന്നെയാകുന്നു. പ്രതീക്ഷിക്കാത്ത ധനസ്രോതസ്സുകളിൽ നിന്നും ധനം ഇവരെ തേടി എത്താവുന്നതാണ്. ഭാഗ്യം അനുകൂലമായ അല്ലെങ്കിൽ തലവര തെളിയുന്നതായ സാഹചര്യം തന്നെയാണ് ഉള്ളത് എന്ന് തന്നെ അർത്ഥമാക്കാം. കുംഭം രാശിയിൽ വരുന്ന നക്ഷത്രക്കാരാണ് അവിട്ടം അവസാന പകുതി, ചതയം, പൂരുരുട്ടാതി ആദ്യ മുക്കാൽ ഭാഗം എന്നീ നക്ഷത്രക്കാർ. കുംഭത്തിലെ 5, 8 ഭാവങ്ങളെ നിയന്ത്രിക്കുന്നത് ബുധനാണ്. ഇവിടെ 2ാമത്തെ ഭാവത്തിലാണ് ബുധൻ വക്രഗതിയിൽ എത്തുന്നതും. ഈ സമയത്ത് നിങ്ങൾക്ക് ജോലിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കൂടുതൽ അനുകൂലമായി തീരാം. ബിസിനസ്സുമായി ബന്ധപ്പെട്ട് ലാഭം വർദ്ധിക്കുന്നതായ സാഹചര്യങ്ങൾ വന്നു ചേരാം. പല കാര്യങ്ങളിലും ക്ഷമ പാലിക്കേണ്ടത് അനിവാര്യമാണ്. എടുത്തുചാട്ടം പാടുള്ളതല്ല. ഈ സമയം പ്രധാനമായും ധനപരമായ നേട്ടങ്ങൾ, ഒന്നിൽ കൂടുതൽ ധനസ്രോതസ്സുകളിൽ നിന്നും ധനം കൈകളിലേക്ക് വന്നു ചേരുവാനുള്ള സാധ്യതകൾ കൂടുതലാണ്. ചെയ്യുന്ന പ്രവൃത്തികളിൽ വിജയ സാധ്യത വർദ്ധിക്കും എന്ന കാര്യം പ്രത്യേകം ഓർക്കുക. പ്രധാനമായും ജീവിതത്തിൽ അനുകൂലമായ ഫലങ്ങൾ വർദ്ധിക്കാവുന്നതാണ്. എന്നാൽ
പെട്ടെന്നെടുക്കുന്ന തീരുമാനങ്ങളാൽ നഷ്ടങ്ങൾ സംഭവിക്കുക, പണമിടപാടുകളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതിനാൽ നഷ്ടം സംഭവിക്കുക തുടങ്ങിയ കാര്യങ്ങൾ വന്നു ചേരാം. അതിനാൽ ശ്രദ്ധയോടെ തന്നെ മുന്നോട്ട് പോകണം. എന്നാൽ കുംഭം രാശിയിൽ വരുന്ന ഈ നക്ഷത്രക്കാർക്ക് അപ്രതീക്ഷിതമായി ധനയോഗം ലോട്ടറിയുമായി ബന്ധപ്പെട്ടോ നറുക്കെടുപ്പിലൂടെയോ കടന്ന് വരാവുന്നതാണ്. ലഭിക്കേണ്ടതായ സഹായം ലഭിക്കുക, അല്ലെങ്കിൽ പ്രതീക്ഷിക്കുന്നതായ സഹായം ലഭിക്കുക, നിങ്ങൾക്ക് ലഭിക്കേണ്ടതായ ധനം കൈകളിലേക്ക് വന്നു ചേരുക തുടങ്ങിയ കാര്യങ്ങൾ സംഭവിക്കാവുന്നതായ സമയമാകുന്നു. ധനപരമായ നേട്ടങ്ങൾ ഈ സമയം അല്പം വർദ്ധിക്കുന്ന സമയമാകുന്നു. ഓം ശിവായ നമ എന്ന നാമം ഈ സമയം 27 തവണ നിത്യവും ജപിക്കുന്നത് ഏറ്റവും ശുഭകരമാണ്. 27 തവണ നിത്യവും നിങ്ങൾ ജപിക്കുക. ശരീരശുദ്ധിയോടെയും മനഃശുദ്ധിയോടെയും ജപിക്കുക. കാര്യങ്ങൾ കൂടുതൽ നിങ്ങൾക്ക് അനുകൂലമായി തീരും.